എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് വെൽക്കം. അപ്പൊ ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് സർക്കിൾസ് ആണ് കേട്ടോ. അപ്പൊ സർക്കിൾസിന്റെ ബേസിക്സ് നമുക്ക് പഠിക്കാം. അപ്പൊ ഇതാണ് എന്ത് സർക്കിൾ കേട്ടോ. അപ്പൊ സർക്കിളിന് നമുക്ക് എന്ത് പഠിക്കണം? ആദ്യം റേഡിയസ് എന്താന്ന് പഠിക്കണം. സോ എന്താണ് റേഡിയസ്? സെൻട്രൽ പോയിന്റിൽ നിന്ന് അതിന്റെ ബൗണ്ടറിയിലേക്ക് വരയ്ക്കുന്ന ആ ഒരു ലൈൻ സെഗ്മെന്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ലെങ്തിനെയാണ് എന്ത് പറയുന്നത്? റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സർക്കിളിൽ മെയിൻ ആയിട്ട് രണ്ട് കൺസെപ്റ്റ്സ് ആണ് പഠിക്കാനുള്ളത്: ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ. സോ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരപ്പളവാണ് എന്ത് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്ക് ഏരിയ എന്താന്ന് പഠിക്കാം. ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷൻ പഠിക്കണം. പൈ ആർ സ്ക്വയർ എന്നതാണ് എന്ത് ഏരിയ ഓഫ് സർക്കിളിന്റെ ഇക്വേഷൻ വരുന്നത്. ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ ആണ് കേട്ടോ. ആർ എന്താണ് മക്കളെ? റേഡിയസ് ഓഫ് സർക്കിൾ ആണ് വരുന്നത്. അതുപോലെ പൈയുടെ വാല്യൂ എന്താണ്? 3.14 ആണ് എന്ത് പൈയുടെ വാല്യൂ. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ നമുക്കിവിടെ ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു വൃത്തത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? പരപ്പളവ് കണ്ടുപിടിക്കണം. പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റീരിയർ സ്പേസ് അഥവാ ഈ ഷെയ്ഡഡ് പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വൃത്തത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാലോ? ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? പൈ ആർ സ്ക്വയർ. സോ പൈ ഇൻറ്റു ആർ എന്താ? 3 ആണല്ലോ. 3 സ്ക്വയർ. 3 സ്ക്വയറിന്റെ വാല്യൂ എന്താ? 9 ആണല്ലോ. 9 പൈ. യൂണിറ്റ് എന്താ ഇവിടെ? സെന്റിമീറ്റർ അല്ലേ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? സെന്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഓഫ് സർക്കിൾ എന്ത് വന്നു? 9 പൈ സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്തൊരു ബേസിക് കൺസെപ്റ്റ് പഠിച്ചാലോ? നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് ആണ് എന്ത്? പെരിമീറ്റർ അഥവാ ചുറ്റളവ്. അപ്പൊ എന്താ പെരിമീറ്റർ ചുറ്റളവ് എന്നറിയോ? ഞാനിപ്പോ ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു. ഈ സർക്കിളിന്റെ ഈ ഒരു ബൗണ്ടറി ലെങ്ത് അല്ലെങ്കിൽ ഈ ഒരു വളയത്തിന്റെ നീളത്തെയാണ് എന്ത് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ കാണാൻ നമുക്ക് ഒരു ഫോർമുല പഠിക്കണം. എന്താ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല? 2πr, വേർ ആർ എന്താണ്? ആർ റേഡിയസ് ഓഫ് സർക്കിൾ അല്ലെങ്കിൽ ആരം എന്ന് പറയാം. പൈയുടെ വാല്യൂ എന്താ മക്കളെ? 3.14 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ വേറൊരു ഇക്വേഷനും കൂടെ പഠിക്കാം. സർക്കിളിന്റെ പെരിമീറ്റർ കാണാനായിട്ട് നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അതൊന്ന് പഠിച്ചാലോ? ഈ 2r എന്ന് പറയുന്നതാണ് ഡയമീറ്റർ. അതുപോലെ ഈ പൈ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ കൺസ്ട്രക്ട് ചെയ്യാം. ഡി പൈ എന്ന് പറയുന്നതും പെരിമീറ്റർ ഓഫ് സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? 2πr ആൻഡ് ഡി പൈ. ഡി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? അതില് ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് സർക്കിൾ ആണ്. എന്താണ്? ഡയമീറ്റർ ഓഫ് സർക്കിൾ. ഡയമീറ്ററിനെ മലയാളത്തിൽ എന്ത് പറയാം? വ്യാസം എന്ന് പറയാം. വൃത്തത്തിന്റെ വ്യാസമാണ് എന്ത്? ഡി എന്ന് പറയുന്നത്. പൈയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് പൈയുടെ വാല്യൂ? 3.14. അപ്പൊ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? മക്കളെ, നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കിയാലോ? ഈ ഒരു വൃത്തത്തിൽ എന്താ തന്നിരിക്കണേ? r = 3 സെന്റിമീറ്റർ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് അഥവാ ആരം 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ അഥവാ ചുറ്റളവാണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ കാണാനുള്ള ഫോർമുലയാണ് എന്ത്? ഞാൻ രണ്ട് ഫോർമുലാസ് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതൊക്കെയാണ്? 2πr ആൻഡ് പിന്നെ എന്താ ഉള്ളത്? ഡി പൈ. അപ്പൊ നമുക്ക് ഈ രണ്ട് ഫോർമുല വെച്ചിട്ട് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ 2πr വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്താണ്? 3 ആണല്ലോ. 2 ഇൻറ്റു 3 എത്ര? 2 ഇൻറ്റു 3 6. 6 പൈ സെന്റിമീറ്റർ ആണ് എന്ത്? ഈ ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത്. നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താലോ? അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള വേറൊരു ഫോർമുല എന്താ? ഡി പൈ ആണ് അല്ലേ. അപ്പോൾ
ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ അഥവാ വ്യാസമാണ്. വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് പറയുന്നത് ആരത്തിന്റെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ റേഡിയസിന്റെ ഇരട്ടിയാണ്. ഇവിടെ റേഡിയസ് 3 ആണല്ലോ, 3ന്റെ ഇരട്ടി എത്രയാ? 6 പൈ സെന്റിമീറ്റർ. കണ്ടോ, ഈ രണ്ട് ഫോർമുല വെച്ച് നമ്മൾ ചെയ്തപ്പോഴും സെയിം ഈ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ടോപ്പിക് ഒന്ന് നോക്കിയാലോ. അപ്പൊ ഇവിടെ ഈ ഒരു ഫിഗർ കണ്ടോ നിങ്ങള്? ഫിഗറിൽ എന്താ കൊടുത്തിരിക്കണേ? ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സമചതുരത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ഇന്നർ സർക്കിൾ ഉണ്ട്, അഥവാ ഒരു വൃത്തം ഇതിനുള്ളിലുണ്ട്. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അഥവാ ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ക്വയറിന്റെ ഉള്ളിലാണ് അല്ലെ, അഥവാ ഈ ഒരു സമചതുരത്തിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? ഈ ഒരു സർക്കിള് ഇരിക്കുന്നത്. ഈ ഒരു സമചതുരത്തിൽ നിന്ന് ഈ ഒരു സർക്കിള് വെട്ടി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പോർഷൻ നമുക്ക് കിട്ടും അല്ലെ. അങ്ങനെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇങ്ങനത്തെ പാറ്റേണിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ എന്ത് ചെയ്യണം? വലിയ ഷേപ്പിന്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യണം? ചെറിയ ഷേപ്പിന്റെ ഏരിയ കുറയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഏരിയ ഓഫ് സ്ക്വയർ എന്താ? ഏരിയ ഓഫ് സ്ക്വയർ കാണാനുള്ള ഫോർമുല എന്താ? ഏരിയ ഓഫ് സ്ക്വയർ എന്താണ് കുട്ടികളെ? ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു വശം ഇൻറ്റു വശം, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് അല്ലെ, ഏരിയ ഓഫ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവർ തന്നിട്ടുണ്ട് ആർ എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് മൊത്തം എത്രയായിരിക്കും വരിക? 2. ഇവിടെ തൊട്ട് ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 6 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ r+r എത്രയാ? 2r ആണ്. അപ്പൊ ഈ ഒരു 2r തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയും വരുന്നത്. സോ സമചതുരം അഥവാ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാ? വശത്തിന്റെ നീളം. ലെങ്ത് ഓഫ് സൈഡ് എത്ര വരും? ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ 2r. സോ ഏരിയ അഥവാ പരപ്പളവ് എത്ര വരും? 2r സ്ക്വയർ. 2r സ്ക്വയർ എത്രയാണ്? 2r ഇൻറ്റു 2r. 2r ഇൻറ്റു 2r എത്രയാ? 4r സ്ക്വയർ. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തത് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഏരിയ ഓഫ് സർക്കിൾ അഥവാ പരപ്പളവ്. ഏരിയ ഓഫ് സർക്കിൾ കാണാനുള്ള ഫോർമുല എന്താ? πr സ്ക്വയർ ആണല്ലോ. അപ്പൊ നമുക്ക് രണ്ടിന്റെയും ഏരിയ ഓഫ് സ്ക്വയറിന്റെയും സർക്കിളിന്റെയും എന്ത് കിട്ടി? ഏരിയ നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടാൻ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് സ്ക്വയർ എന്താ? 4r സ്ക്വയർ മൈനസ് πr സ്ക്വയർ. ഈ രണ്ട് പദങ്ങളിൽ അഥവാ ഈ രണ്ട് ടേമുകളിൽ കോമൺ ഫാക്ടർ എന്താണ്? r സ്ക്വയർ ആണ് കോമൺ ഫാക്ടർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ r സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? 4 മൈനസ് പൈ. സോ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ത് വരും? അല്ലെങ്കിൽ ഷെയ്ഡഡ് പോർഷന്റെ പരപ്പളവ് എത്ര വരും? r സ്ക്വയർ ഇൻറ്റു 4 മൈനസ് പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ മക്കളെ, സർക്കിളിന്റെ ഒരു ചെറിയ പോർഷനാണ് ഞാൻ എടുത്തത്. എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ.